ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് സാമ്പാർ പൊടി എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നുള്ള ഒരു റെസിപ്പിക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ട ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ കമൻ്റ് ഒന്ന് അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇതാ നമ്മുടെ അടിപൊളി റെസിപ്പിയാണ് സാമ്പാർ പൊടി. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഇതിന് വേണ്ടത് ഞാൻ ഇങ്ങനത്തെ ഒരു കപ്പ് എടുത്തിട്ടുള്ളത്. ഈ കപ്പിൽ അളവ് ഇങ്ങനെ എടുക്കണം കേട്ടോ. 2 കപ്പ് മല്ലി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഞാൻ ബതിൽ ഇങ്ങനത്തെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഉണക്കമുളകാണ് കേട്ടോ. ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകാണ്, അതാണ് ലേശം എടുത്തത്. പിന്നെ ഇതേപോലെ ഉണ്ടോ ഈ ഒരു പരിപ്പ്, ഇത് നമ്മൾ സാമ്പാർ പരിപ്പ് കടലപ്പരിപ്പാണ് കേട്ടോ. അത് ഞാനൊരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്, ഒഴിക്കട്ടെ. പിന്നെ അതേപോലെ തന്നെ ഉഴുന്ന് പരിപ്പ് കേട്ടോ, അതും എടുത്തിട്ടുണ്ട് 3/4 കപ്പ്. രണ്ടും ഒരേ അളവ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിലും കുറച്ചാണ് ഞാൻ ഈ ഒരു മൈസൂർ പരിപ്പ് എന്ന് പറയും, സാമ്പാറിലൊക്കെ ഇടുന്ന പരിപ്പാണ്. അത് ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടീസ്പൂണ് ഉലുവ കേട്ടോ. അതേപോലെ ഒരു ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂണ് നല്ല ജീരകം. പിന്നെ ഇതാ ഒരു പെരുങ്കായത്തിൻ്റെ കഷ്ണം കേട്ടോ. പൊടി ഉണ്ടെങ്കിൽ അത് ലാസ്റ്റ് നമുക്ക് ഇടാൻ പറ്റും. പിന്നെ എടുത്തിരിക്കുന്നത് കട്ടി ഒന്നും വേണമല്ലോ, നമുക്ക് സാമ്പാർ നല്ല കട്ടി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉണക്കലരി, പുഴുക്കലരി എടുത്തിട്ടുള്ളത്. പച്ചരി വേണമെങ്കിലും എടുക്കാം എല്ലാം. പിന്നെ അതേപോലെ തന്നെ കറിവേപ്പില കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സാമ്പാർ പൊടി ഉണ്ടാക്കാൻ വേണ്ടത്. നല്ല അടിപൊളി സാമ്പാർ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പൊടി ഉണ്ടാക്കാം നമുക്ക്. ഉണ്ടല്ലേ, ഇത്രയും സാധനങ്ങൾ വേണം. നല്ല എന്താ പറയുക, അടിപൊളി കൊഴുപ്പും കട്ടിയൊക്കെ ഉണ്ടാവുന്ന ഒരു സാമ്പാറാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കട്ടോ. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഈ പരിപ്പുകളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കൈക്കുള്ള പരിപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിന് വേണ്ടി നല്ല ചൂടുകട്ടിലൊരു പാത്രം എടുക്കുക കേട്ടോ. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, ചൂടായതിനു ശേഷം അരി ഒന്ന് വറുത്ത് കോരുക. ഇത് മട്ട അരി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കറുപ്പ് കളർ പോലെ തോന്നണം കേട്ടോ. കരിഞ്ഞതല്ല, കരിയാൻ പാടില്ല കേട്ടോ. ഇത് ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ കിട്ടുന്ന മല്ലിയാണ്, പക്ഷെ നല്ല ചൂടായി കിടക്കുന്നതാണ് പാന്. മല്ലി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലതുപോലെ വറുത്തെടുക്കുക. ഈ മല്ലിൻ്റെ കൂടെ തന്നെയാണ് കറിവേപ്പില ഇടണം കേട്ടോ. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു മല്ലിൻ്റെ വറവ് മനസ്സിലാവാനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ മല്ലി എത്രത്തോളം വറുത്ത് വന്ന് എന്നുള്ളത് മനസ്സിലാവില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട്. 2-3 മിനിറ്റ് എല്ലാം പോലെ ചെയ്തിട്ടുണ്ട്. നോക്കുക, ഈ കറിവേപ്പില ഒന്ന് തൊട്ട് നോക്കുക. അപ്പോൾ അതിങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, നമുക്ക് ഈ മല്ലി വറുത്ത് വന്നിട്ടുണ്ടെന്ന് കേട്ടോ. അതേപോലെ മുളക്, നല്ല എരിവുള്ള മുളകാണ്. എന്നിട്ടൊന്നും ഞാൻ പൊട്ടിച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ, അത്രയ്ക്ക് എരിവാണ് ഇതിന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാശ്മീരി മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ 5-6 അതിട്ട് കൊടുത്താൽ നല്ല കളർ ഉണ്ടാകും നമ്മൾ സാമ്പാറിന് കേട്ടോ. ഇതെല്ലാം എരിവുള്ള മുളകാണ്. അതൊന്ന് ഇതേപോലെ വറുത്തെടുക്കുക കേട്ടോ, കരിയാൻ നോക്കണം. പിന്നെ എടുക്കുന്നത് ഈ സാമ്പാർ പരിപ്പ്, കടലപ്പരിപ്പാണ് കേട്ടോ. ഇതൊക്കെ എപ്പോഴും അങ്ങോട്ട് മാറിപ്പോകും പറയുമ്പോൾ. കടലപ്പരിപ്പാണ് കേട്ടോ. ഇതിടുമ്പോൾ പ്രത്യേക ഒരു രുചിയാണ് നമ്മളെ സാമ്പാറിന് കേട്ടോ. അതേപോലെ ഉഴുന്ന് പരിപ്പ്, ഇതൊക്കെ കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ, അതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു മൈസൂർ പരിപ്പ് കേട്ടോ, അത് ഇതിൽക്കിട്ടെടുത്തിട്ട് നല്ലതുപോലെ അത് മിക്സ് ചെയ്യുക. പിന്നെ വേണ്ടത് ആ കായ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേ, അത് നല്ല കട്ടായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആകാനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചൂടുള്ള ഈ ഒരു ഇതിൽക്കിട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്നും ചൂടായി വരുമ്പോൾ അത് റബ്ബർ പോലെ വലിഞ്ഞ് വരും കേട്ടോ. അതുകൊണ്ട് പിച്ചി എടുത്തിട്ടിട്ട് ഇതിൽക്കിട്ട് കൊടുക്കുക. അതായത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഇത് വറുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കണം, ഞാൻ ചെറിയ തീയിലിട്ടിട്ടാണ് വറുക്കുന്നത്, അതുകൊണ്ട് അധികം കരിഞ്ഞ് പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൽ കിടന്ന് നല്ലതുപോലെ എന്ത് ചെയ്യും, മൂത്ത് വരും. എണ്ണ ഒന്നും ഉപയോഗിച്ച് വറുക്കണ്ട കേട്ടോ, അത് തന്നെ മതിയാവും. പിന്നെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മളെ ഉലുവ, അതേപോലെ തന്നെ നല്ല ജീരകം. നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവരുണ്ട് കേട്ടോ, എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം വറുത്തുണ്ടോ, ഇതൊക്കെ നല്ല കട്ടിയിൽ കിടക്കുന്നുണ്ട്, നല്ല ഇതുപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഈ കറിവേപ്പിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. മുളക് എല്ലാം ചൂടേറിപ്പോയി. മല്ലി പൊടിഞ്ഞിട്ടാൽ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഞാൻ ചെയ്യൽ ഈ മല്ലി, അതേപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ച അരി ഉണ്ടല്ലോ,
അത് രണ്ടും ഒപ്പിട്ടിട്ടാണ് എന്ത് ചെയ്യൽ പൊടിക്കൽ കേട്ടോ. അത് നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. ഒരു പാത്രത്തിൽ മാറ്റി കൊടുക്കുക. അതുപോലെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുളകുണ്ടല്ലോ, ഉണക്കമുളക് നെട്ടിയൊന്നും കളയണില്ല കേട്ടോ. അത് കുറച്ചിലൊക്കെ നെട്ട് കൊടുക്കണം. നെട്ടി പൊടിച്ചിട്ടുണ്ടെങ്കിൽ കൈയൊക്കെ എരിഞ്ഞു പുകയും. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുക്കുന്നത് നേരത്തെ കൂട്ടി വെച്ച എല്ലാ പരിപ്പ് വർഗ്ഗങ്ങളും കേട്ടോ. കടലപ്പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, അതേപോലെ നല്ല ജീരകം, ഉലുവ, കായം എല്ലാതും കൂടെ എന്ത് ചെയ്യുക, ഇതിൽ കിട്ടും. മുളകിൻ്റെ കൂടെ ഇട്ട് പൊടിക്കുക. അപ്പോൾ മുളകും പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യേണ്ടത്. പിന്നെ ഈ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൂടിയിട്ട് നല്ലതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. പൊടിച്ചെടുക്കുമ്പോൾ നല്ലൊരു സാമ്പാർ മണം ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. ആ കായം കൂടെ കൂട്ടി പൊടിച്ചില്ല നമ്മൾ, അതാണ് കേട്ടോ. ഒന്ന് അരിച്ചെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുത്താൽ മതി കേട്ടോ. വലിയ കട്ടിയും കല്ലൊന്നും ഉണ്ടാവില്ല, എന്നാലും അതേപോലെ അരിച്ചെടുക്കുക. ഉണ്ടല്ലേ, നെക്സ്റ്റ് പൊടിയായിട്ട് ഇങ്ങനെ വീഴുന്നുണ്ട്. ഇത് വലിയ ഹോളുള്ള അരിപ്പയാണ്, കുഴപ്പമില്ല കേട്ടോ. ബാക്കിയുള്ള പൊടി ഒന്നും കൂടെ അതിൽ കിട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് പൊടിച്ചിട്ട് ഇതിൽ കിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കാണുന്നത് എന്തൊരു മഞ്ചാണല്ലേ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സാമ്പാർ ഉണ്ടാക്കി നോക്കുക. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഫാനായി മാറും കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് തന്നെ പറയാനുള്ളൂ. വീഡിയോ നിർത്തുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ, സബ്സ്ക്രൈബൊക്കെ വേണം. പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ കൂടെ ഉണ്ട്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.